Drop it. എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ ഒരു തംബ്നെയിൽ ക്രിയേറ്റ് ചെയ്യാം. തംബ്നെയിൽ മീൻസ് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ കവർ ഫോട്ടോ എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇത് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ അതിനായിട്ട് വേണ്ട ഒരു ആപ്ലിക്കേഷനാണ് തംബ്നെയിൽ മേക്കർ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ് അതിനായിട്ട് വേണ്ടത്. ആ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ ഇൻസ്റ്റാൾഡ് ആണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരുന്നതായിരിക്കും. നിങ്ങൾ അതിവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഫസ്റ്റ് തന്നെ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തെന്ന് വെച്ചാൽ അവരുടെ തന്നെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഇഷ്ടത്തിന് ഉള്ള കളർ വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. പിന്നീട് നമുക്ക് അവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ കാണാൻ നമ്മളൊരു ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് ആ ടെക്സ്റ്റിൻ്റെ വേണ്ട രീതിയിലുള്ള ഫോണ്ട് നമുക്ക് അവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ ടെക്സ്റ്റിൻ്റെ ഫോണ്ട്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഫോണ്ട് കളറ്. ഇപ്പം നമുക്ക് നമ്മൾ അടിച്ച ടെക്സ്റ്റ് 3D വേണമെങ്കിൽ 3Dയിൽ സൈസ് എല്ലാം ഇവിടെ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ അഡീഷണൽ ഡിസൈൻ എല്ലാം നമുക്ക് ഇതിൽ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ മറ്റൊരു ഓപ്ഷനാണ് നമുക്ക് ഇതിനകത്ത് ഏത് ഫോട്ടോ വേണമെങ്കിലും നമുക്ക് ഇപ്പോൾ PNG ഇമേജസോ ഏത് ഇമേജസ് വേണമെങ്കിലും ഗാലറിയിൽ നിന്ന് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. അതിനായി നമ്മളൊരു ഇമേജ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് ക്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഇമേജ് ആഡ് ചെയ്യാൻ ഇതിലോട്ട് സാധിക്കുന്നതാണ്. ഇമേജ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് ഇഷ്ടമുള്ള സൈസ് ചെറുതാക്കാനും ഏത് രീതിയിൽ നമുക്ക് ക്രോപ്പ് ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അഥവാ നമുക്ക് വേണ്ടെങ്കിൽ നമുക്ക് മുകളിലായുള്ള ക്ലോസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കളയാവുന്നതാണ്. വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ് ഇത്. എല്ലാവരും യൂസ് ചെയ്യുക. കൂടാതെ അല്ലാതെ ഫുൾ പിക്ചറും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വെളിയിൽ നിന്നും ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായി നമ്മൾ ഗാലറി പോവുക, വീണ്ടും ഇമേജ് സെലക്ട് ചെയ്ത് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നീട് നമുക്കുള്ള ഇതിനകത്തുള്ള മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഐക്കൺസ് നമുക്ക് ഇഷ്ടമുള്ള വേണമെങ്കിൽ നമ്മുടെ ഇമേജിലോട്ട് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരുപാട് ഐക്കൺസ് ഉണ്ട്. അതിൽ നമുക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യാൻ സാധിക്കുന്നത്. പരസ്യങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു ആപ്ലിക്കേഷനാണ്. എല്ലാവരും ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നോക്കുക. എല്ലാവരും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണ്. നിങ്ങളുടെ എല്ലാ ഇതുണ്ടെങ്കിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നീട് നമ്മൾ സേവ് ചെയ്യുക. 2 ഓപ്ഷൻ ഉണ്ട്. സേവ് JPG ഇമേജായിട്ട് സേവ് ചെയ്യുക, അല്ലാതെ ഡ്രാഫ്റ്റായിട്ട് സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്ന് ഷെയർ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കുന്നതാണ്.